നമസ്കാരം. വാർത്താമഴയിലേക്ക് സ്വാഗതം. കൊയിലാണ്ടിയിലെ CPIM നേതാവ് PV സത്യനാഥിന്റെ കൊലപാതകം പ്രത്യേക സംഘം അന്വേഷിക്കും. 2 DYSPമാർ ഉൾപ്പെട്ട 14-അംഗ സംഘത്തിന് കോഴിക്കോട് റൂറൽ SP മേൽനോട്ടം വഹിക്കും. അതിനിടെ കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം പോലീസ് കണ്ടെത്തി. കഴുത്തിലെയും നെഞ്ചിലെയും ആഴമേറിയ മുറിവാണ് മരണത്തിനു കാരണമായത്. അറസ്റ്റിലായ അഭിലാഷിനെ തെറ്റായ പ്രവണതകളുടെ പേരിൽ പാർട്ടിയിൽ നിന്ന് നേരത്തെ പുറത്താക്കിയതാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. വിലാപയാത്രയായി വീട്ടിലേക്ക് എത്തിച്ച മൃതദേഹത്തിൽ CPM നേതാക്കളും പ്രവർത്തകരും അന്തിമോപചാരം അർപ്പിച്ചു. കൊലപാതകത്തിന് കാരണം വ്യക്തിവൈരാഗ്യമാണെന്നാണ് പ്രതിയുടെ മൊഴി. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നിരവധി പേരാണ് വിലാപയാത്രയിൽ പങ്കെടുത്തത്. വെങ്ങളം മുതൽ കൊയിലാണ്ടി വരെ 6 പൊതുദർശനം. കൊയിലാണ്ടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ്, KK ശൈലജ MLA തുടങ്ങിയ നേതാക്കളും നാട്ടുകാരും അന്തിമോപചാരം അർപ്പിച്ചു. ജന്മനാടായ പെരുവട്ടൂരിൽ 100 കണക്കിന് പേരാണ് സത്യനാഥിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിയത്. മുതിർന്ന CPIM നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. സത്യനാഥിന്റെ കൊലപാതകം അന്വേഷിക്കാൻ 14-അംഗ സംഘത്തെ പോലീസ് നിയോഗിച്ചു. കോഴിക്കോട് റൂറൽ SP അരവിന്ദ് സുകുമാരനാണ് മേൽനോട്ടം. കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പ്രതി അഭിലാഷ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഇന്നലെ രാത്രിയാണ് ക്ഷേത്രോത്സവത്തിനിടെ ശരീരത്തിൽ 6ഓളം വെട്ടുകളേറ്റ് PV സത്യനാഥ് കൊല്ലപ്പെട്ടത്. 24 കോഴിക്കോട്. ജനസമ്മതനായ നേതാവിനെ നഷ്ടപ്പെട്ടതിന്റെ നടുക്കത്തിലാണ് കോഴിക്കോട്ടെ CPIM നേതൃത്വം. ക്രൂരമായ കൊലപാതകത്തിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് പോലീസ് വിശദമായി അന്വേഷിക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് നാടിനെ നടുക്കിയ കൊലപാതകം. CPIM കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ സെക്രട്ടറി PV സത്യനാഥിനെ ചെറിയപ്പുറം ക്ഷേത്രോത്സവത്തിനിടെയാണ് ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ഉത്സവവുമായി ബന്ധപ്പെട്ട ഗാനമേള നടക്കുന്നതിനിടെ 33-കാരനായ ചെറുവട്ടൂർ സ്വദേശി അഭിലാഷ് കൊലപ്പെടുത്തുകയായിരുന്നു. നടന്നത് മൃഗീയമായ കൊലപാതകമാണെന്നും പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നത് അന്വേഷിക്കണമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. മൃഗീയമായി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ആ അർത്ഥത്തിൽ തന്നെയാണ് കൊലപാതകം സംഘടിപ്പിച്ചത്. മുമ്പ് പാർട്ടി മെമ്പറായിരുന്നു, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ്. വളരെ തെറ്റായ നിലപാടിലേക്ക് പോയി എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. പാർട്ടിയായിട്ട് യാതൊരു ബന്ധമുള്ള ആളല്ല. സൗമ്യനായ PV സത്യനാഥിന്റെ കൊലപാതകം വിശ്വസിക്കാനാകുന്നില്ലെന്ന് കാണത്തിൽ ജമീൽ MLA പറഞ്ഞു. അദ്ദേഹത്തിന് ഒരു വ്യക്തിവൈരാഗ്യം അദ്ദേഹത്തിന് നേരെ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം ആ രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനം. 24 കോഴിക്കോട്. ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് വാർത്താമഴ കടക്കുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ LDFന് മുന്നേറ്റം. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ LDFന് മികച്ച നേട്ടം. UDFിൽ നിന്ന് 4 സീറ്റും BJPയിൽ നിന്ന് 3 സീറ്റും LDF പിടിച്ചെടുത്തു. തെരഞ്ഞെടുപ്പ് നടന്ന 23 സീറ്റിൽ LDFും UDFും 10 സീറ്റുകൾ വീതം നേടിയപ്പോൾ BJP 3 വിജയിച്ചു. മട്ടന്നൂർ നഗരസഭയിൽ UDF സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്ത് BJP അട്ടിമറി ജയം നേടി. ഒരു കോർപ്പറേഷൻ വാർഡ്, 4 മുനിസിപ്പാലിറ്റി വാർഡ്, 18 ഗ്രാമപഞ്ചായത്ത് വാർഡ് എന്നിവിടങ്ങളിലേക്കായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. 13 UDFും 5 വീതം LDFും BJPയും എന്നതായിരുന്നു മുൻപത്തെ ചിത്രം. 5 സീറ്റിൽ നിന്നാണ് LDF സീറ്റെണ്ണം ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചത്. UDFിൽ നിന്ന് 4 സീറ്റുകൾ LDF പിടിച്ചെടുത്തു. BJPയിൽ നിന്ന് 3 സീറ്റുകളും നേടി. തിരുവനന്തപുരം നഗരസഭയിലെ വെള്ളാർ വാർഡ് BJPയിൽ നിന്ന് പിടിച്ചെടുത്തത് LDFന് വലിയ നേട്ടമായി. നെടുമ്പാശ്ശേരി പഞ്ചായത്തിന്റെ ഭരണവും ഉപതെരഞ്ഞെടുപ്പിലൂടെ പിടിച്ചെടുക്കാൻ LDFനായി. UDFിന്റെ സിറ്റിംഗ് സീറ്റിൽ LDF സ്ഥാനാർത്ഥി NS അർച്ചന 98 വോട്ടുകൾക്ക് വിജയിച്ചതോടെയാണ് ഭരണമാറ്റം. വളരെയധികം സന്തോഷം, അഭിമാനം ഒക്കെ തോന്നുന്നുണ്ട്. കാരണം എത്രയേറെ ആൾക്കാർ ഒരു പ്രതീക്ഷയോട് നോക്കിക്കാണുന്ന ഒരു ഭരണമാറ്റമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ അവസരത്തിൽ എനിക്ക് വോട്ട് ചെയ്ത ആൾക്കാരോട് എപ്പോഴും നന്ദി പറയുക മാത്രമല്ല, അവർക്ക് വേണ്ടിയിട്ട് ഏതൊരു കാര്യവും സത്യസന്ധമായിട്ട് രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി. 2 സിറ്റിംഗ് സീറ്റുകളിൽ LDF പരാജയപ്പെട്ടു. 13 സീറ്റുണ്ടായിരുന്ന UDFന് 10 സീറ്റിലേക്ക് ഒതുങ്ങേണ്ടി വന്നു.
ഇടുക്കി മൂന്നാർ പഞ്ചായത്തിൽ കൂറുമാറ്റത്തിൽ അംഗങ്ങളെ അയോഗ്യരാക്കിയതിനെ തുടർന്ന് നടന്ന 2 വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിലും UDF വിജയിച്ചു. 5 സീറ്റിൽ നിന്ന് BJP 3 ചുരുങ്ങി. തിരുവനന്തപുരം നഗരസഭയിലെ സീറ്റ് നഷ്ടപ്പെട്ടത് വലിയ തിരിച്ചടിയായി. എന്നാൽ ചരിത്രത്തിലാദ്യമായി മട്ടന്നൂർ നഗരസഭയിൽ നേടിയ അട്ടിമറി വിജയം കരുത്തായി. UDF സിറ്റിംഗ് സീറ്റാണ് BJP പിടിച്ചെടുത്തത്. 24 തിരുവനന്തപുരം. 3ാം സീറ്റിൽ വിട്ടുവീഴ്ചയില്ലാതെ മുസ്ലിം ലീഗ്. 3ാം സീറ്റ് ലഭിച്ചില്ലെങ്കിൽ പരസ്യ പ്രതിഷേധത്തിന് മുസ്ലിം ലീഗ്. UDF യോഗം ബഹിഷ്കരിക്കാനാണ് ആലോചന. രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിലും കോൺഗ്രസ് ഉറപ്പ് നൽകാത്തതാണ് ലീഗിനെ ചൊടിപ്പിച്ചത്. സീറ്റിന് വേണ്ടി യാചിക്കാനില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം 24നോട് പറഞ്ഞു. അപമാനം സഹിച്ച് UDFൽ നിൽക്കണോ എന്ന് ലീഗ് തീരുമാനിക്കണമെന്നായിരുന്നു മന്ത്രി P രാജീവിന്റെ പ്രതികരണം. 3ാം സീറ്റില്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് നൽകുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കണമെന്നാണ് ലീഗ് നിലപാട്. 2ലും ഉറപ്പ് ലഭിക്കാത്തതാണ് ലീഗിന്റെ അതൃപ്തിക്ക് കാരണം. കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കേണ്ടതില്ലെന്ന നിലപാടിൽ നിന്ന് സമ്മർദ്ദം ചെലുത്തി ആവശ്യം നേടിയെടുക്കുക എന്ന നിലപാടിലേക്ക് ലീഗ് മാറി. അണികളുടെ വികാരം കൂടി കണക്കിലെടുത്താണ് നയമാറ്റം. ലീഗിന് 3ാം സീറ്റ് ലഭിക്കുമെന്ന PMA സലാം. ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടക്കുകയാണ്. 25ാം തീയതി ചർച്ചയുണ്ട്. അതിൽ തീരുമാനമാകണം. വളരെ പെട്ടെന്ന് തീരുമാനം എടുക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇനിയും നീണ്ടുകൊണ്ട് പോകാൻ പാടില്ല എന്ന് മുസ്ലിം ലീഗ് ശക്തമായി ആഗ്രഹിക്കുന്നുണ്ട്. അല്ല, അത് തീരുമാനം അണികൾക്ക് കൂടി ആശ്വാസകരമായ ഒരു തീരുമാനമായാൽ പോരെ, പിന്നെ അടുത്ത തീരുമാനത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. UDFലെ പ്രബല കക്ഷിയായിട്ടും 3ാം സീറ്റിനായി ലീഗ് ദയനീയമായി യാചിക്കുകയാണെന്ന മന്ത്രി P രാജീവ്. UDFിന്റെ കരുത്ത് മുസ്ലിം ലീഗാണ്. നിയമസഭയിൽ 3ൽ 1 സീറ്റ് ലീഗിനുണ്ടായിട്ടും 3ാമതൊരു സീറ്റിന് വേണ്ടി ദയനീയമായി യാചിക്കുകയാണ് ചെയ്യുന്നത്. മലപ്പുറത്തും പൊന്നാനിയിലും LDF ദുർബല സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയതെന്നും ഇത് പിണറായി വിജയനും PK കുഞ്ഞാലിക്കുട്ടിയും തമ്മിലുള്ള ധാരണയാണെന്നും BJP ആരോപിച്ചു. പിണറായി വിജയന്റെ ആ അടവ് നയം അവരിപ്പോഴും ഉപേക്ഷിച്ചിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് ഇവിടെ CPM പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളിൽ മലപ്പുറത്തെ 2 സ്ഥാനാർത്ഥികളും വളരെ ദുർബലരാണ്. അത് മഞ്ചേരിയിലായാലും മലപ്പുറത്തായാലും അത് പിണറായി വിജയനും കുഞ്ഞാലിക്കുട്ടിയും തമ്മിലുള്ള ഒരു ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന്റെ പ്രകടമായ പ്രതിഫലനമാണ് എന്ന് ഞങ്ങൾ പറയാൻ. ലീഗുമായുള്ള തർക്കം പരിഹരിച്ച് എത്രയും വേഗം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തണമെന്ന ആവശ്യത്തിലാണ് കോൺഗ്രസിലെ വലിയൊരു വിഭാഗം. 24 മലപ്പുറം. BJPയിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള BJP സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയായി. ശോഭാ സുരേന്ദ്രൻ വയനാട്ടിൽ BJP സ്ഥാനാർത്ഥിയായേക്കും. തൃശൂരിൽ സുരേഷ് ഗോപിയും ആറ്റിങ്ങലിൽ V മുരളീധരനും പാലക്കാട് C കൃഷ്ണകുമാറും മത്സരിക്കും. BJP സംസ്ഥാന ഘടകം ദേശീയ നേതൃത്വത്തിന് പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടിക കൈമാറും. വിജയിക്കുക അല്ലെങ്കിൽ വോട്ട് ശതമാനം ഉയർത്തുക. BJP സംസ്ഥാന ഘടകത്തിന് കേന്ദ്ര നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇത്. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനായി കരുത്തരെ കളത്തിലിറക്കാനാണ് BJP തീരുമാനം. കോഴിക്കോട് മണ്ഡലത്തിൽ പരിഗണിച്ചിരുന്ന സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രന്റെ പേര് വയനാട് കൂടെ പരിഗണിക്കുന്നു. രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ സംസ്ഥാനത്തെ പ്രമുഖ സ്ഥാനാർത്ഥിയെ വയനാട് രംഗത്തിറക്കുമെന്ന് BJP വ്യക്തമാക്കിയിരുന്നു. LDF സ്ഥാനാർത്ഥിയായി ആനി രാജയെ നിശ്ചയിച്ച പശ്ചാത്തലത്തിലാണ് BJP ശോഭാ സുരേന്ദ്രനെ പരിഗണിക്കുന്നത്. ശോഭ വയനാട് മത്സരിച്ചാൽ കോഴിക്കോട് MT രമേശിനാണ് സാധ്യത. നിലവിൽ വടകരയിലാണ് MT രമേശിനെ പരിഗണിക്കുന്നത്. തൃശൂരിൽ സുരേഷ് ഗോപി, ആറ്റിങ്ങലിൽ V മുരളീധരൻ, പാലക്കാട് C കൃഷ്ണകുമാർ, കാസർഗോഡ് PK കൃഷ്ണദാസ്, മലപ്പുറത്ത് AP അബ്ദുള്ളക്കുട്ടി, പത്തനംതിട്ടയിൽ PC ജോർജ്, കൊല്ലത്ത് PB ഗോപകുമാർ എന്നിവരുടെ പേരുകളാണ് പരിഗണനയിൽ. കണ്ണൂരിൽ ഈ അടുത്ത് കോൺഗ്രസിൽ നിന്നെത്തിയ C രഘുനാഥ്, പ്രകാശ് ബാബു എന്നിവരുടെ പേരുകളാണ് സാധ്യതാ പട്ടികയിൽ. പൊന്നാനിയിൽ പ്രഫുൽ കൃഷ്ണൻ, നിവേദിത സുബ്രഹ്മണ്യം, ചാലക്കുടിയിൽ മേജർ രവി, AN രാധാകൃഷ്ണൻ, B ഗോപാലകൃഷ്ണൻ, ആലപ്പുഴയിൽ KS രാധാകൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ, എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ അനിൽ ആന്റണി, മഹിളാ മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിനീത ഹരിഹരൻ, BJP സംസ്ഥാന വക്താവ് TP സിന്ധുമോൾ എന്നിവരാണ് പട്ടികയിൽ. എറണാകുളം BDJSന് നൽകുന്ന കാര്യവും ആലോചനയിലുണ്ട്. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ പേരിനാണ് മുൻതൂക്കം. കലാ സാംസ്കാരിക രംഗത്തെ ചില പ്രമുഖരുമായും തിരുവനന്തപുരത്തിനായി ചർച്ച നടത്തുന്നുണ്ട്. തലസ്ഥാനത്ത് അവസാന നിമിഷം കുമ്മനം രാജശേഖരൻ സ്ഥാനാർത്ഥിയായാലും അത്ഭുതപ്പെടാനില്ല. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ നാളെ ഡൽഹിയിൽ ദേശീയ നേതാക്കളുമായി നടത്തുന്ന ചർച്ചയിൽ അന്തിമ ധാരണയാകും. 29ഓടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അലക്സ് റാം മുഹമ്മദ്, 24
തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ ധാരണയായതോടെ വിജയസാധ്യത പങ്കുവച്ച LDF നേതാക്കൾ. തിരുവനന്തപുരത്ത് BJP കേന്ദ്രമന്ത്രിമാരെ അടക്കം ആരെ ഇറക്കിയാലും LDF വിജയിക്കുമെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. പത്തനംതിട്ടയിൽ ശബരിമലയ്ക്ക് പകരം അയോധ്യയും മണിപ്പൂരും ചർച്ചയാകുമെന്ന് ഡോക്ടർ TM തോമസ് ഐസക്കും പ്രതികരിച്ചു. പിണറായിയെ അപമാനിച്ച KS ഹംസയെ പൊന്നാനിയിൽ സ്ഥാനാർത്ഥിയാക്കിയതിൽ CPM മറുപടി പറയണമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ ആവശ്യപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും രാഷ്ട്രീയ വാക്പോരുകളുമായി ചൂടുപിടിച്ചു തുടങ്ങി. UDFന് മുൻപേ സ്ഥാനാർത്ഥി നിർണയത്തിൽ ധാരണയായതിന്റെ ആത്മവിശ്വാസമാണ് ഇടത് ക്യാമ്പിന്. അത് നേതാക്കളുടെ വാക്കുകളിൽ പ്രകടം. പത്തനംതിട്ടയിൽ സാമുദായിക മത്സരമല്ല രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കുന്നതെന്ന് TM തോമസ് ഐസക്. പൊളിറ്റിക്കൽ ഫൈറ്റ് ആയിരിക്കും, ആരും സംശയം വേണ്ട. കേരളത്തിൽ വളരെ തീക്ഷ്ണമായിട്ടുള്ള രാഷ്ട്രീയ സമരമാണ് ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവുക. ഇടതുപക്ഷം തകർപ്പൻ വിജയം നേടും. BJP ദേശീയ മുഖം പരീക്ഷിക്കാൻ ഒരുങ്ങുന്ന തിരുവനന്തപുരത്ത് ശക്തമായ മത്സരം ഉണ്ടാകുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. LDFന്റെ വിജയം ഉറപ്പാക്കാനുള്ള സ്ഥാനാർത്ഥികൾ എല്ലായിടത്തും ഉണ്ടാകും. തിരുവനന്തപുരത്തും ഉണ്ടാകും, എല്ലായിടത്തും ഉണ്ടാകും. കേന്ദ്രമന്ത്രിയോ വലിയ മന്ത്രിയോ അതിനേക്കാളും വലിയ മന്ത്രിയോ വന്നാലും ശരി. അതേസമയം പൊന്നാനിയിലെ CPMന്റെ പൊതുസ്വതന്ത്രനെ രാഷ്ട്രീയ ചർച്ചയാക്കുകയാണ് UDF ക്യാമ്പ്. പിണറായിയെ കഴുത്തിന് പിടിച്ച് പുറത്താക്കണമെന്ന് പരസ്യമായി പ്രസംഗിച്ച KS ഹംസയാണ് CPMന്റെ പൊന്നാനിയിലെ സ്ഥാനാർത്ഥി. പിണറായി വിജയന്റെ കുഞ്ചിന് പിടിക്കണമെന്ന് പറഞ്ഞ ആളെയാണ് മഞ്ചേരിയിലെ സ്ഥാനാർത്ഥിയാക്കി വെച്ചിരിക്കുന്നത് എന്ന് പറയുമ്പം അതിന്റെ മറ്റൊരു വശം നമ്മൾ പറയേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. CPIM പ്രൊഫസർ C രവീന്ദ്രനാഥിനെ ഇറക്കുന്ന ചാലക്കുടി സേഫ് എന്ന UDF സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്ന സിറ്റിംഗ് MP ബെന്നി ബെഹന്നാൻ. ചാലക്കുടി പാർലമെന്റ് നിയോജകമണ്ഡലം കോൺഗ്രസിന് UDFന് വിജയിക്കാൻ എല്ലാ സാധ്യതയുള്ള നിയോജകമണ്ഡലമാണ്. സ്ഥാനാർത്ഥി നിർണയം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല, അതുകൊണ്ട് സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള പ്രതികരണത്തിൽ ഞാൻ മുതിരുന്നില്ല. പക്ഷെ നിയോജകമണ്ഡലം വളരെ സേഫാണ്. ഈ നിയോജകമണ്ഡലം 20 മണ്ഡലങ്ങളിലും വിജയസാധ്യത മാത്രം ലക്ഷ്യം വെച്ചുള്ള സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ കഴിഞ്ഞുവെന്നാണ് LDF നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. 26-ന് CPIയും 27-ന് CPIഎമ്മും ഔദ്യോഗികമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. 24 തിരുവനന്തപുരം. കർഷകരുടെ കണ്ണീർ. ഹരിയാന പോലീസിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കാതെ യുവ കർഷകന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അനുവദിക്കില്ലെന്ന് കർഷകർ. 21 വയസ്സുകാരൻ ശുഭകരൺ സിംഗിന്റെ മരണത്തിൽ വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. തൽക്കാലം ഡൽഹിയിലേക്ക് നീങ്ങേണ്ടതില്ല എന്നാണ് കർഷക സംഘടനകളുടെ തീരുമാനം. പഞ്ചാബ് ഹരിയാന അതിർത്തിയിലേക്ക് കൂടുതൽ കർഷകരെ എത്തിച്ച് സമരം ശക്തമാക്കും. നിതിൻ അംബുജൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണും. ചലോ ഡൽഹി മാർച്ച് തൽക്കാലം തുടരേണ്ടതില്ല എന്നാണ് കർഷക സംഘടനകളുടെ തീരുമാനം. ഇന്ന് കർഷക സംഘടനകൾ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനം സ്വീകരിച്ചത്. കഴിഞ്ഞ ദിവസം ഖനൌരിയിലുണ്ടായ പോലീസ് നടപടിക്ക് പിന്നാലെയാണ് 2 ദിവസം മാർച്ച് നിർത്തിവെക്കുന്ന സാഹചര്യമുണ്ടായത്. അതിനുശേഷം ഇന്ന് യോഗം ചേർന്നുകൊണ്ട് പിന്നീട് ഭാവി സമരപരിപാടികൾ തീരുമാനിക്കുകയായിരുന്നു. എന്തായാലും ശംഭു അതിർത്തിയിലും ഖനൌരി അതിർത്തിയിലും കർഷകർ തുടരാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യം ഇതിൽ ശുഭകരന് നീതി ഉറപ്പാക്കണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം ഹരിയാന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. അതിനുശേഷം മാത്രമേ ശുഭകരന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടവും പിന്നീട് സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുകയുള്ളൂ. അതുവരെ കർഷകർ ഈ ആവശ്യം ഉന്നയിച്ച് സമരം തുടരും. പിന്നീട് മാത്രമേ യോഗം ചേർന്ന് ഡൽഹിയിലേക്ക് പോകുന്ന കാര്യത്തിൽ ഒരു തീരുമാനം അറിയിക്കുകയുള്ളൂ. Somebody has lost his life, a young son, a young brother has lost his life. So in any death, what is the first process? We go and file a FIR on it. So we are insisting. They are giving us, we'll give you 1 crore, we'll give you a government job and all that. But our demand is very clear. The first judicial legal step should be taken. An FIR should be filed against the culprits. That is the stand of Kisan Mazdoor Morcha and SKM, non-political. That first the FIR against the culprits should be fired. After that only you will move to Delhi. Exactly. Move to Delhi is another issue. After that we'll decide a future course of action. അതേസമയം അതിർത്തികളിൽ സമരം ശക്തമാക്കാൻ തന്നെയാണ് കർഷക സംഘടനകളുടെ തീരുമാനം. ഇത്തരത്തിൽ ശംഭു അതിർത്തിയിലും കനൌരി അതിർത്തിയിലും തമ്പടിച്ചുകൊണ്ട് സമരം തുടരും. പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യം ആദ്യം ശുഭകരന് നീതി ഉറപ്പാക്കുക, അതിനുശേഷം MSP അടക്കമുള്ള കാര്യങ്ങളിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ സമരത്തിന് രാജ്യവ്യാപകമായുള്ള പിന്തുണ ലഭിക്കുന്നുണ്ട്. പല സംസ്ഥാനങ്ങളിലും ഇന്ന് കരിദിനം ആചരിക്കുകയും അതോടൊപ്പം തന്നെ പോലീസിന് നടപടി ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. അതിലടക്കം വലിയ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. പോലീസ് നടപടിയിൽ തന്നെയാണ് വലിയ പ്രതിഷേധം കർഷകർക്കിടെ രൂപപ്പെട്ടത്. കാരണം പഞ്ചാബ് അതിർത്തിയിലേക്ക് ഹരിയാന പോലീസ് കടന്നു ചെല്ലുകയും അതിനുശേഷം വലിയ തരത്തിലുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്തു. കർഷകരുടെ വാഹനങ്ങളടക്കം കേടുപാടുകൾ സംഭവിച്ചു. ആ ഒരു പശ്ചാത്തലത്തിൽ സമരം ശക്തമായി തന്നെ മുന്നോട്ട് പോകും. അതേസമയം മാർച്ച് അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പിന്നീടാകും തീരുമാനിക്കുക. അതുവരെ അതിർത്തികളിൽ തുടർന്നുകൊണ്ട് സമരം ശക്തമാക്കും. അതിനിടയിൽ ഇന്ന്
ദേശീയ സുരക്ഷാ നിയമപ്രകാരം കർഷകർക്കെതിരെ കേസെടുക്കാനുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തും ഉണ്ടായി. പക്ഷേ പിന്നീട് ഹരിയാന പോലീസിന് ആ ഒരു നീക്കത്തിൽ നിന്ന് പിൻവലിക്കേണ്ടി വന്നു. പ്രത്യേകിച്ചും അത്തരമൊരു നടപടി ഉണ്ടായാൽ കർഷകർ കൂടുതൽ സംഘടിക്കും. അത് വലിയ തരത്തിലൊരു കർഷക സമരത്തിലേക്ക് പിന്നീട് കരുത്താർജിക്കുന്നൊരു നില ഉണ്ടാകും. ആ ഒരു പശ്ചാത്തലത്തിലാണ് പിന്നീട് ഹരിയാന പോലീസിനും ആ നിലപാടിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നത്. അതേസമയം തന്നെ പൊതുമുതൽ നശിപ്പിച്ചടക്കമുള്ള കേസുകളിൽ കർഷക നേതാക്കളിൽ നിന്ന് സ്വത്തുക്കൾ കണ്ടുകെട്ടാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുന്ന നിലപാട് ഇപ്പോൾ പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. എന്തായാലും ശംഭു അടക്കമുള്ള അതിർത്തികളിൽ കർഷക സമരം ശക്തമായി തന്നെ തുടരും. പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യം ശുഭകരന് നീതി ഉറപ്പാക്കണം എന്നൊരാവശ്യമാണ് പ്രധാനമായും കർഷക സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നത്. ശംഭുവിൽ നിന്ന് സന്ദീപ് മാലിക്കിനൊപ്പം നിതിൻ അംബുജൻ, 24. തൽക്കാലം ഡൽഹിയിലേക്ക് നീങ്ങേണ്ടതില്ല എന്നാണ് കർഷക സംഘടനകളുടെ തീരുമാനം. പഞ്ചാബ് ഹരിയാന അതിർത്തിയിലേക്ക് കൂടുതൽ കർഷകരെ എത്തിച്ച് സമരം ശക്തമാക്കും. നിതിൻ അംബുജനാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. മലക്കപ്പാറയിൽ ആദിവാസി മൂപ്പനെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചതായി പരാതി. വീരൻകുടി ഊരിലെ മൂപ്പൻ വീരനാണ് മർദ്ദനമേറ്റത്. മലക്കപ്പാറയ്ക്ക് സമീപം ഊരുവാസികൾ കെട്ടിയ കുടിൽ പൊളിക്കാനെത്തിയ ഉദ്യോഗസ്ഥരാണ് അദ്ദേഹത്തെ മർദ്ദിച്ചത്. 3 കുടിലുകൾ പൊളിച്ചു മാറ്റുകയും ചെയ്തു. മൂപ്പൻ വീരനെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സംഘം ചേർന്നാണ് ഉദ്യോഗസ്ഥർ തന്നെ മർദ്ദിച്ചതെന്ന് വീരൻ 24-നോട് പറഞ്ഞു. ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഇങ്ങനെയൊക്കെ കിടക്കുമ്പോൾ വെറുതെ കാട്ടിനകത്ത് എല്ലാം കാടൻ മഞ്ഞ മുഴുവൻ മൊത്തം ഇങ്ങനെ കിടക്കുകയാണ്. എന്നിട്ട് ഈ കൈ കൊണ്ട് തലക്കിട്ട് കൊടുത്തു. പിന്നെ കമ്പ് വെച്ച് കുറെ അടി കാലത്ത് സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, എന്താണ് അവിടെ സംഭവിച്ചത്? അവർ വലിയ പ്രതിസന്ധിയിലാണ്. നാളുകളായി അവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ച് സമരം നടത്തുന്നു, പ്രതിഷേധിക്കുന്നു. അതിനിടെയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഈ അതിക്രമം അങ്ങേയറ്റം അപലപനീയം എന്ന് ഇതിനോടകം വിമർശനം ഉയർന്നിട്ടുമുണ്ട്. എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? വിജയകുമാർ, കടുത്ത നീതി നിഷേധം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. 2018 ഇവർ താമസിക്കുന്ന വീരൻകുടി ഊരിന്റെ ഇരുവശവും ഉരുളെടുക്കുന്നത്. അന്ന് തുടങ്ങി ഇത് വാസയോഗ്യമല്ലെന്നും ഇവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും സർക്കാർ അറിയിച്ചതാണ്. അതുമുതൽ ഇവരുടെ ആവശ്യമെന്ന് പറയുന്നത് തങ്ങൾക്ക് മാറി താമസിക്കുന്നതിന് ഓരോ കുടുംബങ്ങൾക്കും 5 സെന്റ് ഭൂമി വീതം നൽകുക, അവിടെ തങ്ങൾ മാറി താമസിച്ചുകൊള്ളാം, പകരം ഇവിടെ വന്ന് ഈ കൃഷിഭൂമിയിൽ കൃഷിയെടുത്ത് ജീവിച്ചുകൊള്ളാം എന്നുള്ളതായിരുന്നു ഇവർ സർക്കാരിനോടൊക്കെ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നത്. ഇത് നമ്മളോടും സർക്കാർ തന്നെ നമ്മൾ ഈ സംഭവം പുറത്തെത്തിച്ച സമയത്ത് നമ്മളോടും സർക്കാർ വൃത്തങ്ങൾ ഉറപ്പ് നൽകിയതാണ്. പക്ഷേ ഈ ഉറപ്പുകളൊന്നും പാലിക്കപ്പെടാതെ വന്നതോടുകൂടിയാണ് കഴിഞ്ഞ 18-ാം തീയതി തുടങ്ങി ഇവർ ഈ മലക്കപ്പാറ പോലീസ് സ്റ്റേഷന് സമീപം വനഭൂമിയിൽ കുടിൽ കെട്ടി താമസിച്ചിരുന്നത്. ഈ വനഭൂമി ഇവർ താമസിക്കുന്ന മേഖല ചുറ്റും, അതായത് CPM നേതൃത്വത്തിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ CPM-ന്റെ കൊടികൾ കുത്തി ഇവർ ഈ പ്രദേശമാകെ വേർതിരിച്ചാണ് താമസിച്ചു വന്നിരുന്നത്. പക്ഷേ അതിനിടയിലാണ് ഇന്ന് അവിടെ എത്തുന്നതും ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ കുടിൽ പൊളിച്ചു നീക്കാനുള്ള ഒരു നീക്കം നടത്തുന്നതും. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ കുടുംബങ്ങൾ കൂടുതൽ കുടിൽ കെട്ടി താമസം തുടങ്ങാൻ ശ്രമിക്കുന്ന സമയത്തെല്ലാം ഈ വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥരെത്തി അത് പൊളിച്ചു നീക്കുന്ന ഒരു നടപടിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഒരു 4 മണിയോടുകൂടി അവിടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തുകയും ആദ്യം ഈ കൊടിമരമെല്ലാം അവിടെ നിന്ന് പിഴുതെറിയുന്നു. അതിനുശേഷമാണ് ഈ കുടിൽ പൊളിച്ചു മാറ്റുന്നത്. ആ സമയത്താണ് ഊരുമൂപ്പൻ ഈ കുടിലിൽ കിടക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ആ സമയത്താണ് മർദ്ദനമേൽക്കുന്നത്. നേരത്തെ പോത്തിന്റെ ആക്രമണത്തിൽ, അത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഇദ്ദേഹത്തിന്റെ ഒരു കാലിന് ഗുരുതരമായി പരിക്കേറ്റ് അത് തളർച്ച ബാധിച്ച കാലാണ്. ആ കാലിനടക്കം മർദ്ദനമേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഈ ഊരുമുപ്പൻ വീരൻ തന്നെ പറയുന്നത്. എന്തായാലും അതിക്രൂരമായ മർദ്ദനം ഉണ്ടായി എന്ന് അദ്ദേഹം പറയുന്നു. തുടർന്ന് ഈ പൊതുപ്രവർത്തകരും വാർഡ് മെമ്പർ അടക്കം അവിടെ എത്തിയാണ് ഇദ്ദേഹത്തെ ഇപ്പോൾ ഈ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധം അവിടെ നിന്ന് ഉയരുന്നുണ്ട്. കാരണം 5 സെന്റ് ഭൂമിക്ക് വേണ്ടിയാണ് 7 കുടുംബങ്ങൾ വനഭൂമി കയ്യേറിക്കൊണ്ട് കുടിൽ കെട്ടി താമസം തുടങ്ങുന്നത്. പക്ഷേ അവരെ ജീവിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് വനം വകുപ്പ് തള്ളിവിടുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന വിമർശനം. ശരി സൂരജ്, എന്തായാലും അക്കാര്യത്തിൽ വനം വകുപ്പിന് എന്താണ് പറയാനുള്ളത്? ആദിവാസി ഊരിലെത്തി അവിടെ മൂപ്പനെ തന്നെ മർദ്ദിക്കുന്നു, അദ്ദേഹത്തിന് പരിക്കേൽക്കുന്നു. നേരത്തെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതാണ്. അതിൻ്റെ കൂടെയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഈ അതിക്രമം. എന്താണ് വനം വകുപ്പ് മന്ത്രിക്കൊക്കെ പറയാനുള്ളത് എന്നാണ് ഇനി അറിയേണ്ടത്. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്. കേന്ദ്ര സർക്കാരിനെതിരെ ഗുരുതര ആരോപണവുമായി കോൺഗ്രസ്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നേരിടുന്ന 30 കമ്പനികളിൽ നിന്ന് BJPക്ക് സംഭാവന ലഭിച്ചു എന്നാണ് ആരോപണം. ഇടപാടുകളെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന് AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശ് ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി കേന്ദ്ര അന്വേഷണ ഏജൻസികളെ BJPയുടെ പിരിവുകാരാക്കി മാറ്റിയെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. 30 കമ്പനികൾക്കെതിരായ അന്വേഷണത്തിലൂടെ 335 കോടി രൂപ ഏജൻസികൾ BJPക്ക് സംഭാവന നൽകിയെന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം.
മധ്യപ്രദേശിലെ ഡിസ്റ്റിലറി കേസിൽ ജാമ്യം കിട്ടിയ പ്രതികൾ BJPക്ക് സംഭാവന നൽകി. മോദി സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ പ്രയാസമില്ലാതെ ബിസിനസ് ചെയ്യാനുള്ള ഗ്യാരണ്ടി അനധികൃത സംഭാവനകളും ഇലക്ട്രൽ ബോണ്ടുമാണെന്ന് രാഹുൽ എക്സിൽ കുറിച്ചു. ഫണ്ട് ദാതാക്കളും BJPയും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളെ കുറിച്ച് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് കോൺഗ്രസ് കത്തയച്ചു. 2018-19 2022-23 335 കോടി രൂപ BJPക്ക് സംഭാവന നൽകിയ 30 കമ്പനികളെങ്കിലും ആ കാലയളവിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നേരിട്ടുവെന്ന് കത്തിൽ പറയുന്നു. സംശയാസ്പദമായ സ്ഥാപനങ്ങൾ എന്തുകൊണ്ട് BJPക്ക് സംഭാവന നൽകുന്നു എന്നതിനെക്കുറിച്ച് അന്വേഷണം വേണം. സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം പുറത്തിറക്കാൻ BJP കോൺഗ്രസ് വെല്ലുവിളിക്കുകയും ചെയ്തു. 24 ഡൽഹി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ അപകീർത്തിപ്പെടുത്തിയെന്ന കേസിൽ രാഹുൽ ഗാന്ധിക്ക് തിരിച്ചടി. ജാർഖണ്ഡിലെ കേസ് റദ്ദാക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. കേസിന് കാരണമായ പ്രസംഗം നടത്തിയത് കർണാടകയിലാണെന്നും അതുകൊണ്ട് ജാർഖണ്ഡിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല എന്നുമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വാദം. ഹർജി തള്ളിയ കോടതി രാഹുൽ ഗാന്ധിയോട് വിചാരണ നേരിടാൻ ആവശ്യപ്പെട്ടു. BJP നേതാവ് നവീൻ ഝായാണ് പരാതിക്കാരൻ. BJPയിൽ ചേരുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് അഭിവാദ്യം അർപ്പിച്ച് മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി കമൽനാഥ്. അനീതിക്കും അടിച്ചമർത്തലിനും അഴിമതിക്കുമെതിരെയാണ് രാഹുൽ ഗാന്ധിയുടെ യാത്ര. എല്ലാവരും ഇതിൽ പങ്കാളികളാകണമെന്ന് കമൽനാഥ് എക്സിൽ കുറിച്ചു. വിദേശ നാണയ വിനിമയ കേസിൽ അടിസ്ഥാനരഹിതമായ വാർത്തകൾ വിലക്കണമെന്നാവശ്യപ്പെട്ട് തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൊയ്ത്ര നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി. തന്നെ അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിവരങ്ങൾ ചോർത്തി നൽകുകയാണെന്ന് മഹുവ മൊയ്ത്ര ആരോപിച്ചിരുന്നു. എന്നാൽ മുൻവിധിയുടെ അടിസ്ഥാനത്തിൽ വാർത്തകൾ വിലക്കാനാകില്ലെന്ന് ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കി. നേമത്ത് വീണ്ടും അറസ്റ്റ്. തിരുവനന്തപുരം നേമത്ത് വീട്ടിൽ പ്രസവത്തിനിടെ മരിച്ച യുവതിയെ അക്യുപങ്ചർ ചെയ്തിരുന്ന ഷിഹാബുദ്ദീനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊച്ചിയിൽ നിന്നാണ് നേമം പോലീസ് ഇയാളെ പിടികൂടിയത്. മരിച്ച യുവതിയുടെ ഭർത്താവും കേസിലെ പ്രതിയുമായ നയാസ് ഷിഹാബുദ്ദീനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. കൊച്ചിയിൽ നിന്ന് പിടികൂടിയ ഷിഹാബുദ്ദീനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഷിഹാബുദ്ദീന്റെ നിർബന്ധത്തിലാണ് മരിച്ച ഷമീറയ്ക്ക് വീട്ടിൽ അക്യുപങ്ചർ ചികിത്സ നൽകിയതെന്നാണ് പോലീസ് പറയുന്നത്. ഇയാൾക്കെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. ഇന്ന് തന്നെ ഇയാളെ നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കും. വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതിനിടെ ഷിഹാബുദ്ദീനെ മരിച്ച ഷമീറയുടെ ഭർത്താവും കേസിൽ പ്രതിയുമായ നയാസ് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. കൊല്ലുമെന്ന് ആക്രോശിച്ചുകൊണ്ട് പാഞ്ഞെടുത്ത നയാസിനെ പോലീസ് പിടിച്ചു മാറ്റുകയായിരുന്നു. സംഭവത്തിൽ 2 ദിവസം മുൻപ് കോടതി റിമാൻഡ് ചെയ്ത നയാസിനെ ചോദ്യം ചെയ്യാനായാണ് പോലീസ് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിയത്. നയാസിനെയും ഷിഹാബുദ്ദീനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും. 24 തിരുവനന്തപുരം. നേമത്ത് വീട്ടിലെ പ്രസവത്തിന് പിന്നാലെ അമ്മയും കുഞ്ഞും മരിച്ച സംഭവം അതിദാരുണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. ചികിത്സ വേണ്ടെന്ന ഭർത്താവിന്റെ നിലപാട് ഞെട്ടിക്കുന്നതാണ്. കേരളീയ സമൂഹത്തിൽ കണ്ടിട്ടില്ലാത്ത സംഭവമാണെന്നും പി സതീദേവി പ്രതികരിച്ചു. തീർച്ചയായും ഈ കാര്യത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള ഗൗരവമേറിയിട്ടുള്ള ഒരു അന്വേഷണം നടത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ഒരിക്കലും കേരളീയ സമൂഹത്തിൽ ഒരിക്കലും ഉണ്ടായിക്കൂടാ എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയണം. ഇത് തികച്ചും ഒരു അശാസ്ത്രീയമായിട്ടുള്ള രീതികൾ ഈ ഗർഭവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവലംബിക്കപ്പെടുന്നു എന്നുള്ളത് തീർച്ചയായും പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തികച്ചും തെറ്റായിട്ടുള്ള വിശ്വാസങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കുന്നത്. ഇടവണ്ണയിലെ കൊടും ക്രൂരത. മലപ്പുറം ഇടവണ്ണപ്പാറയിൽ 17-കാരിയെ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അറസ്റ്റിലായ കരാട്ടെ അധ്യാപകൻ സിദ്ദിഖ് അലിക്കെതിരെ ഗുരുതര വെളിപ്പെടുത്തൽ. പ്രായപൂർത്തിയാവാത്ത നിരവധി കുട്ടികളെ ഇയാൾ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി. കരാട്ടെ പരിശീലനത്തിന്റെ ഭാഗമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ശരീരഭാഗങ്ങളിൽ സ്പർശിച്ചിരുന്നതെന്നാണ് അതിജീവിതയുടെ വെളിപ്പെടുത്തൽ. 2022-21 ആ വർഷത്തിലാണ് ഞാനവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ ഞാനൊരു പരമഗുരു ആണെന്നും
പരമഗുരുവിന് അർപ്പണ മനോഭാവമുള്ള കുട്ടികൾക്ക് മാത്രമേ പരമഗുരുവിൻ്റെ സാന്നിധ്യം ലഭിക്കുകയുള്ളൂ എന്നും പരമഗുരുവിൻ്റെ സാന്നിധ്യം ലഭിച്ചാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കാനാവൂ എന്നും പറഞ്ഞു വിശ്വസിപ്പിച്ചു. എന്നതിനെ തുടർന്ന് ഞങ്ങളെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയായിരുന്നു. താൻ പരമഗുരുവാണെന്നും മനസ്സും ശരീരവും തനിക്ക് സമർപ്പിക്കണം, അല്ലാത്തവർ രക്ഷപ്പെടില്ലെന്നും കുട്ടികളെ വിശ്വസിപ്പിച്ചായിരുന്നു സിദ്ദിഖ് അലിയുടെ പീഡനം. പ്രായപൂർത്തിയാവാത്ത നിരവധി കുട്ടികൾ ഇത്തരത്തിൽ അതിക്രമം നേരിട്ടുവെന്ന് അതിജീവിത. കരാട്ടെ പഠിക്കാൻ വരുന്ന മറ്റുള്ള കുട്ടികൾക്കും ഇത്തരം അനുഭവം തന്നെ ഉണ്ടായതായിട്ട് താങ്കൾക്ക് അറിവുണ്ടോ? എല്ലാ കുട്ടികൾക്കും ഉണ്ട്. സിദ്ദിഖ് അലിക്കെതിരെ നേരത്തെ നൽകിയ പരാതിയിൽ നിന്ന് പിന്നാക്കം പോയത് ഭീഷണിയെ തുടർന്നാണെന്നും അതിജീവിത പറഞ്ഞു. സിദ്ദിഖ് അലി സാറിൻ്റെ ഭാഗത്തുള്ള വക്കീൽ ഇപ്പച്ചനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പച്ചനോട് പറഞ്ഞു, നിങ്ങളുടെ മകൾ പുറത്ത് പഠിക്കുന്നതാണ്, ഇവൻ്റെ സിദ്ദിഖ് അലിൻ്റെ മകൻ വളർന്നു വരുന്നൊരു കുട്ടിയാണ്, പുറത്ത് പഠിക്കാൻ പോയി വീട്ടിലേക്ക് വരുന്ന സമയത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു പനം ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അറസ്റ്റിലായ പ്രതി മൊഴി മാറ്റിയതോടെ കുറ്റവിമുക്തനായിരുന്നു. 17-കാരിയുടെ മരണത്തിന് കാരണം സിദ്ദിഖ് അലിയാണെന്നും ഇയാളുടെ പീഡനം കാരണം കുട്ടി മാനസിക സമ്മർദ്ദം നേരിട്ടുവെന്നും കുട്ടിയുടെ കുടുംബം നൽകിയ പരാതിയിലാണ് സിദ്ദിഖ് അലി ഇപ്പോൾ അറസ്റ്റിലായത്. 24 മലപ്പുറം. ബൈജൂസ് ലേണിംഗ് ആപ്പ് സിഇഒ സ്ഥാനത്ത് നിന്ന് ബൈജു രവീന്ദ്രനെ മാറ്റണമെന്ന് നിക്ഷേപകർ. അസാധാരണ ജനറൽ ബോഡി യോഗത്തിന് എത്തിയ ഭൂരിഭാഗം പേരും ആവശ്യത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. യോഗ തീരുമാനങ്ങൾ അംഗീകരിക്കില്ല എന്ന് ബൈജു രവീന്ദ്രൻ പ്രതികരിച്ചു. ബൈജൂസിനെതിരെ നിക്ഷേപകർ ദേശീയ കമ്പനി നിയമ ട്രിബ്യൂണലിനെയും സമീപിച്ചിട്ടുണ്ട്. ഇന്ന് ചേർന്ന വിർച്വൽ യോഗത്തിൽ പ്രോസസ് എൻവി, പീക്ക് എക്സ്വി തുടങ്ങിയ നിക്ഷേപകർ ബൈജു രവീന്ദ്രനെ സിഇഒ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനനുകൂലമായി വോട്ട് ചെയ്തു. എന്നാൽ തീരുമാനം അംഗീകരിക്കില്ലെന്ന് ബൈജൂസ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. ബൈജൂസിലെ ചില ജീവനക്കാർ നിക്ഷേപകരുടെ സൂം മീറ്റിംഗ് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. കൂകി വിളിച്ചും അപശബ്ദങ്ങൾ ഉണ്ടാക്കിയുമാണ് ഇവർ യോഗം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചത്. ബൈജൂസിനെതിരെ ദേശീയ കമ്പനി നിയമ ട്രിബ്യൂണലിനെ സമീപിച്ചിട്ടുണ്ടെന്ന് ചില നിക്ഷേപകർ യോഗത്തിൽ അറിയിച്ചു. ബൈജു രവീന്ദ്രന് കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനി കഴിയില്ലെന്നും ബൈജൂസിൽ ഫോറൻസിക് ഓഡിറ്റ് നടത്തണമെന്നും ഹർജിയിൽ ആവശ്യമുണ്ട്. നിലവിലെ ഓഹരി ഉടമകൾക്ക് കൂടുതൽ ഓഹരികൾ വാങ്ങാൻ അനുമതി നൽകുന്നതിന് ബൈജൂസ് ഉടമകൾക്കുള്ള അധികാരം എടുത്തു മാറ്റണമെന്നും പുതിയ ഡയറക്ടർ ബോർഡിനെ ഉടൻ നിയമിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ബൈജു രവീന്ദ്രൻ, സഹോദരൻ റിജു, ഭാര്യ ദിവ്യ ഗോകുൽനാഥ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തില്ല. 24 ബംഗളൂരു. ഭരണത്തുടർച്ച ഏതു പാർട്ടിക്കും അപജയമുണ്ടാക്കുമെന്ന് സാഹിത്യ അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ. 24ന്റെ ഫയറിംഗ് ലൈൻ വിത്ത് KR ഗോപികൃഷ്ണൻ എന്ന പരിപാടിയിലാണ് പ്രതികരണം. മുഖ്യമന്ത്രിയായാലും മന്ത്രിയായാലും ജനാധിപത്യ മര്യാദകൾ പാലിക്കണം. MT വാസുദേവൻ നായർ കോഴിക്കോട്ട് പറഞ്ഞത് എല്ലാ കാലത്തും പ്രസക്തിയുള്ള കാര്യമാണെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു. ഏത് രാഷ്ട്രീയ പാർട്ടിയും കറപ്റ്റ് ചെയ്യും എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ട്? തീർച്ചയായും ഉണ്ട്. ആ അപകട സാധ്യത വളരെയധികം ഉണ്ട്. ആ അപകട സാധ്യത നാം ധാരാളം കണ്ടു. അത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് നാം കണ്ടു, നാം ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് കണ്ടു. അവിടെയെല്ലാം തന്നെ തുടർച്ചയായ അധികാരം പാർട്ടികളെ ദുഷിപ്പിക്കുന്നതും പാർട്ടിയിൽ അതിൻ്റെ പ്രത്യയശാസ്ത്രവുമായി യാതൊരു പ്രതിജ്ഞാബദ്ധതയും ഇല്ലാത്ത ആളുകൾ കടന്നു വരുന്നതും അവർ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി പാർട്ടിയെ ഉപയോഗിക്കുന്നതും നാം കണ്ടു. ബംഗാളിലെ ഗ്രാമങ്ങളിൽ പോലും സഞ്ചരിച്ചിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് തന്നെയാണ് ഞാനിത് പറയുന്നത് കണ്ടു. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ജാഗ്രത പുലർത്തണം എന്ന ഒരു താക്കീതാണ് വാസ്തവത്തിൽ അതിലുള്ളത്. ഒരു പകുതി ലാഘവത്തോടെ എന്നാൽ പകുതി ഗൗരവത്തോടെ പറഞ്ഞ ഒരു കാര്യമാണത്. ജനാധിപത്യത്തിൽ ഏത് മുഖ്യമന്ത്രിയായാലും മന്ത്രിമാരായാലും ജനാധിപത്യപരമായി ജനാധിപത്യത്തിൻ്റെ മര്യാദകൾക്കനുസരിച്ച് പെരുമാറണം എന്നൊരു പ്രാഥമികമായ കാര്യമാണ്. സാഹിത്യ അക്കാദമിയുമായി ബന്ധപ്പെട്ട് കവി ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ പരസ്യ പ്രതികരണം അനാവശ്യമായിരുന്നുവെന്നും കെ സച്ചിദാനന്ദൻ പറഞ്ഞു. വിമർശനം മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണോ എന്നറിയില്ല. ശ്രീകുമാരൻ തമ്പി പ്രതിഭയുള്ളയാളാണെന്നും അനാദരവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരള ഗാനത്തിന് രചനകൾ ക്ഷണിച്ചുകൊണ്ട് വീണ്ടും പരസ്യം ചെയ്യാനാണ് സമിതിയുടെ തീരുമാനം. അടിക്കടി ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ, അതിപ്പോൾ ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ യാത്രാപ്പടി സംബന്ധിച്ചായാലും അതല്ല ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ കേരള ഗാന വിഷയമായാലും വിവാദങ്ങൾ ഒന്നിനു പുറകെ ഒന്നുമായി വന്നു. താങ്കൾ പ്രതിസ്ഥാനത്ത് വരികയും ചെയ്തു. മാനസികമായി താങ്കൾ അത് ബാധിച്ചു? ഒരർത്ഥത്തിൽ പ്രത്യേകിച്ചും ബാലചന്ദ്രൻ അതൊരു പൊതുപ്രസ്താവനയാക്കി മാറ്റിയത് വ്യക്തിപരമായി എന്നെ വളരെയധികം വേദനിപ്പിച്ചു എന്നത് ശരിയാണ്. കാരണം എനിക്ക് സഹോദര തുല്യനായ ഒരാളാണ് ബാലചന്ദ്രൻ. അത് മാധ്യമ ശ്രദ്ധ ലഭിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമമായിരുന്നോ മറ്റെന്തെങ്കിലും ആയിരുന്നോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടും. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം.